യാക്കോബിനെ തനിക്കായും ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമായും തിരഞ്ഞെടുത്ത നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഞാൻ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആ ദൈവം നമ്മുടെയും പിതാവായി തീർന്നിരിക്കയാൽ, ദൈവമായി തീർന്നിരിക്കയാൽ ആ ദൈവത്തിന് വാഴ്വുകൾ. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ ബഹുമാന്യ കർത്താവിൻ്റെ ദാസിദാസന്മാർക്കും ദൈവജനത്തിനും ആദരവോടെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും പരിപാലിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവവചനം പഠിപ്പാൻ കർത്താവ് നമുക്ക് നൽകുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. നമ്മുടെ ഭാഗ്യത്തിൻ്റെ ഒരു ഭാഗം ദൈവവചനത്തോടും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് 1-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. ഭാഗ്യവാന്മാർ ആരെന്ന് 1-ാം സങ്കീർത്തനത്തിൽ രേഖയുണ്ടല്ലോ. അതിലെ 1-ാമത്തെ വാക്യം ചിലത് ചെയ്യാത്തവർ ആണ് ഭാഗ്യവാന്മാരെന്ന് പറയുന്നു. എന്നാൽ 2-ാം വാക്യം ചിലത് ചെയ്യുന്നവരാണെന്നും, അതിൽ എന്ത് ചെയ്യുന്നവരാണ് ഭാഗ്യവാന്മാർ. വേണ്ടാത്തത് ചെയ്യാതിരിക്കുക മാത്രമല്ല, വേണ്ടുന്നത് ചെയ്യുക കൂടെ വേണം. അതാണ് 2-ാം വാക്യം. അതിൽ 2 കാര്യങ്ങൾ. 1, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുക. 2, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുക. സ്തോത്രം. അപ്പോൾ ദൈവവചനത്തിൽ ന്യായപ്രമാണം എന്ന് അവിടെ പഴയ നിയമഭാഷയിൽ എഴുതിയിരിക്കുന്നു. നമുക്കതിനെ ദൈവവചനം എന്ന് മനസ്സിലാക്കാം. ദൈവവചനത്തിൽ സന്തോഷിക്കുക, ദൈവവചനത്തെ രാപ്പകൽ ധ്യാനിക്കുക. സ്തോത്രം. അത് നമ്മുടെ പ്രകൃതമായി, സ്വഭാവമായി മാറണം. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ചിലപ്പോഴൊക്കെ അകന്ന് താമസിക്കേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒന്നുമില്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയെങ്കിലും നമ്മൾ പോകുന്ന സമയം കുടുംബത്തിൽ നിന്നും അകന്നുമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ആ ഒരു അകൽച്ചയുണ്ട്. പരസ്പരം കാണാൻ പറ്റുന്നില്ല, ചിലപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല. എന്നാലും അവരൊക്കെ നമ്മുടെ സ്മൃതിപഥത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ. സ്തോത്രം. അവർ വരേണ്ട സമയം വൈകിട്ട് 5 മണിക്കാണ് സാധാരണ അവർ തിരികെ എത്തുന്നതെങ്കിൽ കൃത്യം 5 എന്നാകുമ്പോഴേ നമ്മളിങ്ങനെ നോക്കിയിരിക്കുക. വന്നില്ലെങ്കിൽ പറയും, താമസിക്കുന്നല്ലോ, എന്തു പറ്റി? അല്പം കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോൺ വിളിക്കും, എന്തേ, എവിടെയാ? ഇപ്പോഴൊക്കെ ആണെങ്കിൽ ചിലയിടത്ത് യാത്ര ചെയ്യുമ്പോൾ, ഇവിടെ ഞങ്ങളുടെ ബോംബെക്കകത്ത് തന്നെ ചില സഹോദരങ്ങളുടെ അടുക്കിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ അവർ പറയും, ഒന്ന് ലൈവ് ലൊക്കേഷൻ വിട്ടേക്കണേ. ചിലപ്പോൾ ട്രാഫിക്കിൽ എവിടെയെങ്കിലും കിടക്കുകയാണല്ലോ, ഉടനെ വിളി വരും, എന്താ അനങ്ങുന്നില്ലല്ലോ, വണ്ടിക്ക് എന്തെങ്കിലും മാർഗതടസ്സം എന്തെങ്കിലും. അവരുടെ മനസ്സിനകത്ത് നമ്മളാ, നമ്മുടെ മനസ്സിനകത്ത് അവരാ. അകന്നാണ് നമ്മുടെ താമസം. കാണാൻ പറ്റുന്ന അകലത്തിലല്ല, തൊടാൻ പറ്റുന്ന ദൂരത്തിലല്ല. സംസാരിക്കുവാനും കഴിയില്ലെങ്കിലും മനസ്സിൽ അവർ നിറഞ്ഞു നിൽക്കുന്നു. സ്തോത്രം. ഇതുപോലെ പൗലോസ് പറയുന്നുണ്ടല്ലോ 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായത്തിൽ, ഞങ്ങൾ ജഡത്തിൽ വസിക്കുമ്പോഴൊക്കെ എന്താ? കർത്താവിനോട്
അകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. ആ ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമല്ലേ, അതോ 7-ഓ? 6. 6-ാം വാക്യം. ഇപ്പൊ ജഡത്തിൽ നമ്മൾ വസിക്കുമ്പോൾ, ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെ നമ്മൾ കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു. സ്തോത്രം. എന്നാലും നമ്മുടെ ധ്യാനം മുഴുവനും അവിടുത്തെ കുറിച്ചായിരിക്കണം. സ്തോത്രം. നമ്മുടെ സംസാരം മുഴുവനും അവിടുത്തെ പറ്റിയായിരിക്കണം. അങ്ങനെയുള്ളവരാണ് ഭാഗ്യവാന്മാർ. സ്തോത്രം. അരുതാത്തതിൽ നിന്ന് വിട്ടുനിൽക്കുക മാത്രമല്ല, വേണ്ടതിനോട് പറ്റിയിരിക്കുക കൂടെ വേണം. നമുക്ക് ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ പുറന്തള്ളിയാൽ മാത്രം പോരാ, ആവശ്യമുള്ള പ്രാണവായുവിനെ ആനുപാതികമായി സ്വീകരിക്കുക കൂടെ വേണം. ആത്മീയ ജീവിതത്തിന്റെ പാഠമാണത്. സ്തോത്രം. അങ്ങനെ ഭാഗ്യമുള്ളവരായി, ഭാഗ്യവാന്മാരായി മുൻപോട്ട് ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഭാഗ്യവാൻ എന്നതിൻ്റെ അർത്ഥം ഗിരിപ്രഭാഷണം പഠിച്ച് നമുക്ക് ഓർമ്മയുണ്ടാവും. സ്തോത്രം. സന്തോഷം. ആർക്കും അപഹരിപ്പാൻ കഴിയാത്ത സന്തോഷത്തിമിർപ്പിലുള്ള അവസ്ഥ, സന്തോഷത്തിന്റെ പൂർണ്ണതയിലായിരിക്കുക എന്നാണ് ഭാഗ്യവാൻ, ബ്ലെസ്സഡ് എന്നതിൻ്റെ അർത്ഥം. സ്തോത്രം. സന്തോഷത്തിന്റെ പൂർണ്ണത ഉള്ളവരായിരിക്കുക. സ്തോത്രം. അവനെന്ത് സന്തോഷവാൻ എന്നാണ്, അവനെന്ത് ഭാഗ്യവാൻ എന്ന് പറയുന്നതിൻ്റെ വേദപുസ്തക അർത്ഥം. സ്തോത്രം. അപ്പോൾ ആ സന്തോഷത്തിന്റെ തിമിർപ്പിലായിരിക്കാൻ, ആർക്കും തരാനോ ആർക്കും അപഹരിക്കാനോ കഴിയാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിൽ ദൈവം നമ്മെ പിന്നെയും വഴി നടത്തട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആശീർവദിച്ച് ആശംസിച്ച് നമ്മൾ പഠിക്കുന്ന തിരുവെഴുത്തിലേക്ക് തിരിയുന്നു. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വീണ്ടും വായിക്കാം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ ആയുള്ളോരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. സ്തോത്രം. നമ്മളിപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നാം ആരാണെന്ന്, നമ്മുടെ സ്വത്വം, നമ്മുടെ ഐഡന്റിറ്റിയാണ്. സ്തോത്രം. 2 കാര്യങ്ങളാണല്ലോ, 3 കാര്യങ്ങളാണല്ലോ നാം അവിടെ നിന്നും പഠിക്കുന്നത്. ഒന്ന്, വിശുദ്ധന്മാർ. അത് ക്രിസ്തുവിലുള്ള നമ്മുടെ അവസ്ഥയാണ്, ക്രിസ്തുവിലുള്ള നമ്മുടെ സ്വത്വമാണ്. Our identity in Christ, we are holy. Not imputed holiness, but we are made holy. And we are called to be holy. നീതീകരണം പോലെ കണക്കിടുന്നതല്ല വിശുദ്ധീകരണം. നമ്മെ നീതിമാന്മാരെന്ന് ദൈവം കണക്കിട്ടു. നാം നീതിമാന്മാരെന്ന് ദൈവം സ്വർഗീയ കോടതി പ്രഖ്യാപിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിലേക്ക് നമ്മെ ഇറക്കി നിർത്തി, യേശുക്രിസ്തുവിൻ്റെ ചോരയാൽ, രക്തത്താൽ നമ്മെ വിശുദ്ധീകരിക്കുന്നു. സ്തോത്രം. We are made holy. We are sanctified. സ്തോത്രം. That is an action.
നോട്ട് സിംപ്ലി ആൻ ഇംപ്യൂട്ടിങ്. കേവലം കണക്കിടുകയല്ല, അതൊരു കർമ്മമായി, ഒരു ക്രിയയായി അവിടെ വെളിപ്പെടുകയാണ്. സ്തോത്രം. നമ്മെ ശുദ്ധീകരിക്കുന്നു, അതിന് നമ്മുടെ പാപങ്ങൾ പോക്കുന്നു. അതിനകത്ത് ക്ഷമയും പാപം പോക്കുന്ന അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലേക്ക് നമ്മളിപ്പോൾ പോയില്ല. അങ്ങനെ നമ്മൾ വിശുദ്ധന്മാരാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിനായി നമ്മൾ വേർതിരിക്കപ്പെടുക. അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ദൈവം നമ്മെ തനിക്കായി വേർതിരിച്ചു. രണ്ട്, നമ്മൾ തന്നെ ദൈവത്തിനായി നമ്മെ സമർപ്പിക്കുന്നു. ഇത് രണ്ടും അതിനകത്തിലുണ്ട്. സോ സാങ്ക്ടിഫിക്കേഷൻ ഹാസ് ദീസ് ടു എഡ്ജസ്. വൺ, God separates us for himself. Second, we commit ourselves for God. സ്തോത്രം. ദൈവം നമ്മെ ദൈവത്തിനായിട്ട് വേർതിരിക്കുന്നു. സങ്കീർത്തനം 4:3 നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ചതാണ്, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ. അപ്പോൾ ദൈവം നമ്മെ തനിക്കായി വേർതിരിക്കുന്നു. രണ്ട്, നാം തന്നെ നമ്മെ ദൈവത്തിനായി സമർപ്പിക്കുന്നു. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നാം ആരായിത്തീരുന്നത്? വിശുദ്ധന്മാരായിത്തീരുന്നത്. അങ്ങനെ നമ്മൾ വിശുദ്ധരായിത്തീർന്നു. വിശുദ്ധ സഹോദരന്മാർ. 2-ാം അധ്യായത്തിൽ നിന്നും നമ്മൾ കണ്ടു, ക്രിസ്തു നമ്മോട് താദാത്മ്യപ്പെടുന്ന, നമ്മെ തന്നോട് അനുരൂപപ്പെടുത്തുന്ന ഭാഗ്യകരമായ ഒരവസ്ഥ. സ്തോത്രം. ഒരപ്പനും മക്കൾ, സഹോദരങ്ങൾ തമ്മിൽ ആ ഒരവസ്ഥയാണത്. വിശുദ്ധ സഹോദരന്മാരെ, ക്രിസ്തുവിനും നമ്മൾ സഹോദരങ്ങളാണ്, നാം തമ്മിലും സഹോദരങ്ങളാണ്. കൂട്ടായ്മ എന്ന ബന്ധമാണ് അവിടെ ഉള്ളത്. A fellowship between vertical and horizontal fellowship. സ്തോത്രം. ദൈവത്തോടുള്ള ബന്ധത്തിലും സഹോദരങ്ങളോടുള്ള, മറ്റു മനുഷ്യരോടുള്ള ബന്ധത്തിലും നമ്മുടെ സാഹോദര്യ ബന്ധത്തെ അത് കാണിക്കുന്നു. 3-ാമത്തെ ഭാഗമാണ് നാം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. നമ്മൾ സ്വർഗീയ വിളിക്ക് പങ്കാളികളാണ്. അതിനെയും വേണമെങ്കിൽ രണ്ടാക്കാം, വിളിക്കപ്പെട്ടവരെന്ന നിലയിൽ ഒക്കെ. അതിൻ്റെ 1-ാം ഭാഗം നാം അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. We are called out people, a called and separated by God and for God. ദൈവത്താലും ദൈവത്തിനായും വിളിക്കപ്പെട്ടവർ, വേർതിരിക്കപ്പെട്ടവർ. സ്തോത്രം. 2-ാമത്തെ അധ്യായത്തിൽ നിന്നും നമ്മൾ കാണുകയുണ്ടായി, സഭാമധ്യേ എന്നതിൽ നിന്ന് സഭയുടെ അർത്ഥം എക്ലീസിയ. അന്നും ഈ കാര്യം നമ്മൾ പഠിച്ചു. സ്തോത്രം. നാം ഈ ലോകത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നാം കൊലോസ്യ ലേഖനത്തിൽ നിന്നും കണ്ടത്, ദൈവത്തിന് വ്രതന്മാർ എന്ന് വെച്ചാൽ ചോസൻ വൺസ്. നമ്മളതേക്കുറിച്ച് കണ്ടിരുന്നു. റോമൻ സർക്കാരിൻ്റെ, സാമ്രാജ്യത്തിൻ്റെ ഭരണകാലത്ത് വളരെ, ഇപ്പോൾ നമ്മുടെ ഗൾഫിലൊക്കെ ഗോൾഡൻ വീസ ഒക്കെ ഉള്ളതുപോലെ എല്ലാവർക്കും ഒന്നും കൊടുക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉയർന്ന നിലവാരത്തിൽ അഭിമാനകരമായി ഗവൺമെന്റിന്, റോമൻ ഭരണകൂടത്തിന് തോന്നിയിട്ടുള്ളവർക്ക് പ്രത്യേകാൽ കൊടുക്കുമായിരുന്ന
ഒരു പദവി കൂടെയായിരുന്നു ആ, അവിടുത്തെ കാര്യനിർവഹണത്തിന്, ആലോചനയ്ക്ക് ക്ഷണം അവരെയും കൂടെ വിളിക്കുക. അങ്ങനെ ഗവൺമെന്റിന്റെ പ്രത്യേക പ്രതിനിധികളായി ഗവൺമെന്റിന്റെ ഭരണകാര്യങ്ങളിൽ ആലോചന കൊടുക്കാൻ കൗൺസിലിലേക്ക്, ആലോചനാ സഭയിലേക്ക് വിളിക്കപ്പെടുന്നവർക്ക് കൊടുക്കുന്ന പേരായിരുന്നു ഈ എക്ലീസിയ, എ കോൾഡ് ഔട്ട് അസംബ്ലി. ഇതുപോലെ ഈ ലോകത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തവരാണ് നാമെങ്കിലും സ്വർഗീയ സർക്കാരിന്, സ്വർഗീയ ചക്രവർത്തിക്ക് സ്തോത്രം, നമ്മെ തൻ്റെ പ്രത്യേകമായ സംഘത്തിൽ ഉൾപ്പെടുത്താൻ അങ്ങ് പ്രസാദമായി. നമ്മൾ ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ ദൈവത്തിന് ആലോചന കൊടുക്കാനൊന്നും വിളിക്കപ്പെട്ടവരല്ല കേട്ടോ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു വലിയ പ്രസംഗകന്റെ മകൻ എഴുതിയത് ഞാൻ നമ്മുടെ ഇടയിൽ ഒരിക്കൽ പറഞ്ഞതാ. അദ്ദേഹം അവരുടെ മാസികയ്ക്കകത്ത് എഴുതി, പപ്പ മരിച്ചതിൻ്റെ ദുഃഖം എനിക്കിപ്പോഴാണ് മാറിയത്. എന്തെന്ന് വെച്ചാൽ, ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ പപ്പ അങ്ങ് സ്വർഗത്തിൽ ഞാൻ കൊണ്ടുപോയത് എൻ്റെ കൗൺസിലിലെ ഒരു അംഗമാക്കാൻ വേണ്ടിയാണെന്ന്. കൗൺസിലിലെ ഒരു അംഗമാക്കാൻ. അപ്പം ദൈവം ഇന്ന് ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ഒരു കൗൺസിൽ, ഒരു ആലോചനാ സഭയുണ്ട്, ഒരു കമ്മിറ്റി, നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിക്കകത്തെ അംഗമാണെന്ന് ഈ മരിച്ചുപോയ അച്ചായൻ. മലയാളി അല്ല കേട്ടോ, ഒരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലേക്കാണ്, ഞാൻ പേര് പറയുന്നില്ല. അന്ന് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞതാ. അങ്ങനൊരു പരിപാടി ദൈവത്തിനില്ല. ദൈവത്തിന് നമ്മുടെ ആരുടെയും അഭിപ്രായങ്ങളുടെ ആവശ്യമില്ല, ആലോചനകളുടെ ആവശ്യമില്ല. സ്തോത്രം. നമ്മുടെ ആലോചനകളും അഭിപ്രായങ്ങളും ഒക്കെ ദൈവം സ്വീകരിക്കുന്നു എന്ന് വന്നാൽ ദൈവം പരിമിതനാണെന്നാണ് അർത്ഥം. ദൈവം ഇന്നറന്റ് അല്ല എന്ന്, തെറ്റിക്കൂടായ്മയില്ലാത്തവനല്ല, അപ്രമാദിത്വമുള്ളവനല്ല എന്ന് വരും. അല്ല, വേദപുസ്തകത്തിലെ ദൈവത്തിന് അങ്ങനെ ആരുടെയും ആലോചനയുടെ ആവശ്യമില്ല, അഭിപ്രായത്തിൻ്റെ ആവശ്യമില്ല. സ്തോത്രം. ആ ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നവനാണ്, നമ്മുടെ യാചനകൾ നൽകുന്നവനാണ്. ശരിയാ. അതിൻ്റെ അർത്ഥം ദൈവം ദൈവത്തിൻ്റെ അഭിപ്രായത്തെ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി മാറ്റുമെന്നല്ല. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മെ വിളിച്ചു എന്ന് പറയുന്നത് റോമൻ ഗവൺമെന്റിൽ നടപ്പിലിരുന്ന ആ ഒരു കാര്യത്തിൻ്റെ അർത്ഥം ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമ്മെ ദൈവത്തിൻ്റെ മന്ത്രിസഭയിൽ ചേർക്കാനൊന്നും വിളിക്കുന്നതല്ല. പകരം ദൈവം അനാദിയിൽ തന്നെ പദ്ധതിയിട്ട ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റിൽ, ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയിൽ അംഗങ്ങളാകാൻ, അതിൻ്റെ ഗുണഭോക്താക്കളാകാൻ വേണ്ടിയാണ് നമ്മെ ദൈവം വിളിച്ചത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? God has called us to partake in the most important project God ever purposed. What is that? ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട
ആ കാര്യപരിപാടി, ആ പ്രോജക്റ്റ് എന്താണ്? തെറ്റിയാലും സാരമില്ല. redemption. ആഹാ, വി ഹാവ് നോ പാർട്ട് ഇൻ redemption. We are redeemed, but not in God's that plan, but related to Yeah, fellowship. fellowship. Everlasting life, Eternity. eternity. ആഹാ, ചെറുകൂടെ വരാനുണ്ട്. തെറ്റല്ല അതൊന്നും. സ്വരൂപത്തോട് അനുരൂപരാകുക. ദൈവത്തിന്റെ ഏത് പ്രോജക്റ്റ്, സിനിമ? ദൈവത്തിന്റെ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ അവ- പണി. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്താൻ. ദൈവത്തിന്റെ തേജസ്സിന് നിവാസമാകേണ്ടതിന് പങ്കാളികളാകുവാൻ. അനുരൂപരാകുക. ദൈവരാജ്യമാണോ? ദൈവരാജ്യത്തിന്റെ Yes, Annie sister, you are right. The church, building up of the church is the most important project of God. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതി ദൈവത്തിൻ്റെ സഭയാണ്. ആ സഭയിൽ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരും. ദൈവരാജ്യം, ക്രിസ്തുവിനോട് അനുരൂപരാകുക, അതെല്ലാം വരും. എന്നാൽ ഇതെല്ലാം കൂടെ ചേർത്തൊരു പ്രോജക്റ്റ് എന്ന നിലയിൽ, ഒരു പദ്ധതി എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവസഭ, ദ കൺസ്ട്രക്ഷൻ, ദ ബിൽഡിംഗ് അപ്പ് ഓഫ് ദ ചർച്ച്. സ്തോത്രം. ദൈവത്തിൻ്റെ, അതായത് സൃഷ്ടി മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ദൈവസഭയുടെ കെട്ടുപണിയാണ്. ഇനി അല്പം കൂടെ വിശദമാക്കിയാൽ, ഇന്ന് അറ്റ് പ്രസന്റ് ദൈവത്തിൻ്റെ എത്ര പദ്ധതികൾ ആക്റ്റീവായിട്ട് ഓടുന്നുണ്ട്? എത്ര പദ്ധതികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക? കെട്ടുപണി എന്ന് തന്നെ രണ്ട്. രണ്ട് പദ്ധതി. അതെ, ഏതൊക്കെയാ? കുടുംബവും സഭയും. അല്ല, ഒന്ന് ശരിയാ, അരമാർക്ക് തരാം. സഭയും സ്വർഗത്തിലെ സഭ കെട്ടിടവും. സ്വർഗത്തിലെ കെട്ടിടം പണി. യോഹന്നാൻ 14:3 വെച്ചുകൊണ്ട് അത് പൂർത്തീകരിക്കപ്പെട്ടതാണ്. പക്ഷെ യോഹന്നാൻ 14:3 വെച്ച് ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും എന്ന് പറഞ്ഞതുകൊണ്ട് അത് പൂർണ്ണമായില്ല എന്ന് നമുക്കങ്ങ് വെച്ച് പറയാൻ പറ്റുന്ന രണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദൈവിക പദ്ധതികളാണ് ഇത് രണ്ടും. ഒന്ന് അങ്ങ് സ്വർഗത്തിൽ, ഒന്ന് ഇങ്ങ് ഭൂമിയിൽ. ഭൂമിയിൽ സഭയുടെ, ദൈവസഭയുടെ പണി, സ്വർഗത്തിൽ ഒരു ഭവനത്തിൻ്റെ പണി. സ്തോത്രം. ആ ഭവനത്തിൻ്റെ പണിയുടെ കാര്യം പറഞ്ഞല്ലോ. പണ്ടേ എന്ന് പറഞ്ഞാൽ അബ്രഹാമിനെ വിളിച്ച കാലത്ത്, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വരുന്നുണ്ട്. അബ്രഹാമിനെ വിളിച്ച കാലത്ത് തന്നെ അബ്രഹാം ദൂരെ നിന്ന് കണ്ട് സല്യൂട്ട് ചെയ്ത കാര്യ. ദൈവം ശില്പിയായി അടിസ്ഥാനവിട്ടതുമായ നഗരം. സ്തോത്രം. കർത്താവ് നമ്മോട് പറഞ്ഞത് ഭവനമെന്നാണ്. അബ്രഹാം കണ്ടതൊരു നഗരമാണ്. വാസ്തവത്തിൽ അത് നഗരമാണ്. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ പഠിച്ചതാണത്. അത് നമുക്കുള്ള ഭവനമായതുകൊണ്ട് കർത്താവ് അതിനെ ഭവനമെന്ന് നമ്മോട് പറഞ്ഞു. രണ്ടും ശരിയാ. അതിനകത്തിൽ കോൺട്രഡിക്ഷൻസോ അതിൽ വൈരുദ്ധ്യങ്ങളൊന്നുമില്ല. സ്തോത്രം.
ദൈവത്തിൻ്റെ സഭയ്ക്ക്, വിശുദ്ധന്മാർക്ക് പാർക്കാനുള്ള പട്ടണവുമാണ്, ഭവനവുമാണത്. അതുകൊണ്ട് രണ്ട് നിലയിലും നമുക്കത് മനസ്സിലാക്കാം. മാനുഷിക ഭാഷയിൽ പറഞ്ഞാൽ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. മാനുഷ്യ ഭാഷയിലാണേ. സ്തോത്രം. അപ്പോൾ ഒന്ന് അവിടെ, ഒന്ന് ഇവിടെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? ഇവിടുത്തെ പണിയോ അവിടുത്തെ പണിയോ? ഭൂമിയിലെ പണിയോ സ്വർഗത്തിലെ പണിയോ? ഭൂമിയിൽ ഇവിടുത്തെ പണി. സ്തോത്രം. ഇവിടുത്തേതാ, ഭൂമിയിൽ നടക്കുന്ന പണിയാണ്. സ്തോത്രം. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. ഒരെണ്ണം മാത്രം പറഞ്ഞ് നമുക്കങ്ങ് വിടാം. അതല്ലല്ലോ നമ്മുടെ എക്സ്ക്ലൂസീവായ ടോപ്പിക്. നമ്മുടെ പ്രത്യേകാൽ വിഷയം അതല്ല എന്നതുകൊണ്ട് അതിനെക്കുറിച്ച് അതിൽ കൂടുതൽ നമ്മൾ നിൽക്കുന്നില്ല. ഇവിടെ നടക്കുന്ന പണി, ഭൂമിയിൽ നടക്കുന്ന ദൈവസഭയുടെ കെട്ടുപണി പ്രാധാന്യമർഹിക്കുവാൻ കാരണം അത് കർത്താവിന് വേണ്ടി പണിയുന്നതാണ് എന്നത് തന്നെയാണ്. എന്നാൽ സ്വർഗത്തിൽ നടക്കുന്നതോ നമുക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയുള്ളതിനേക്കാൾ എന്തുകൊണ്ടും പ്രാധാന്യം ദൈവത്തിന് വേണ്ടിയുള്ളതില്ല. സ്തോത്രം. പിന്നെ മുടക്കുമുതലോ? സ്തോത്രം. ദ എക്സ്പെൻഡിച്ചർ കൂടുതൽ ഏതിനാ? ഇവിടത്തേതിന്. അവിടുത്തേതിന് ദൈവത്തിന് ഒരു മുടക്കുമില്ല. സ്വർഗത്തിലേത് പണിയാൻ കർത്താവിന് ഒരു ചെലവുമില്ല. എന്നാൽ ചിലവ് മുഴുവനും ഇവിടുത്തേത് പണിയാണ്. അങ്ങനെ പല കാരണങ്ങളുണ്ട്. സ്തോത്രം. അപ്പോൾ കർത്താവ് നമ്മെ വിളിച്ചു എന്ന് പറയുമ്പോൾ റോമൻ ഗവൺമെന്റിലെ ആൾക്കാരെ, പ്രധാനികളെ ആലോചനാ സഭയിൽ വിളിച്ച് കാര്യങ്ങളുടെ നടത്തിപ്പേൽപ്പിക്കുന്നത് പോലെ അല്ല. അതിന് നമ്മുടെ ആരുടെയും ആവശ്യം ദൈവത്തിന് ഇല്ല. പിന്നെ അവിടുന്ന് നമ്മെ വിളിച്ചത് പ്രാഥമികമായും എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ കണ്ടു. ഇന്നലെ നമ്മളതേക്കുറിച്ച് പറഞ്ഞിരുന്നു. ജനറൽ കോളിംഗ് എന്ന നിലയിൽ, പൊതുവായ വിളി എന്ന നിലയിൽ നമ്മൾ ഇന്നലെ കണ്ടു. ആത്യന്തികമായി അല്ലെങ്കിൽ പ്രാഥമികമായി കർത്താവ് നമ്മെ വിളിച്ചത് രക്ഷയ്ക്ക് വേണ്ടി വിളിച്ചതാണ്. മാനസാന്തരത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി നമ്മെ വിളിച്ചതാണ്. സ്തോത്രം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിളി. ഏറ്റവും പ്രധാനപ്പെട്ട വിളി. അതുകൊണ്ടാണ് പറഞ്ഞത്, റോമൻ ഗവൺമെന്റ് അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള വമ്പന്മാരായ ആൾക്കാരെ വിളിച്ച് നഗരത്തിൻ്റെ കെട്ടുപണിക്കും വികസനത്തിനും അവരുടെ ആലോചനകളുമൊക്കെ സ്വീകരിക്കുമായിരുന്നത് പോലെ നമ്മളെ വിളിച്ചതല്ല. പകരം ഗുണഭോക്താക്കളാകാൻ, ബെനിഫിഷ്യറീസ് ആകാൻ, ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണിയിലെ ഗുണഭോക്താക്കളാകാൻ, ടു ബി ബെനിഫിഷ്യറീസ് ഓഫ് ഗോഡ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റ്. ആരോടും പറയാതെ സകലവും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ അനാദികാലം മുതൽ മറച്ചു വച്ചിരുന്ന ദൈവസഭയെന്ന ആ മർമ്മത്തിലേക്ക് നമ്മെയും കൂടെ പങ്കാളികളാക്കുവാൻ അവിടുത്തേക്ക് പ്രസാദമായി, അതിൻ്റെ ഗുണഭോക്താക്കളാകുവാൻ. സ്തോത്രം. അതാണ് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നമ്മെ കർത്താവ് വിളിച്ചത് ദൈവത്തിൻ്റെ ഈ രക്ഷണ്യ പദ്ധതിയിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ്. ഉൾപ്പെടുക എന്ന് പറയുമ്പോൾ ആദ്യം
നമ്മൾ രക്ഷിക്കപ്പെടുക എന്നത് തന്നെ, പാപമോചനം പ്രാപിക്കുക എന്നത് തന്നെ, ദൈവമക്കളായിത്തീരുക എന്നത് തന്നെ. സ്തോത്രം. അതിനായി ദൈവം നമ്മെ വിളിച്ചു. അതിനായി ദൈവം നമ്മെ വിളിച്ചു. സ്തോത്രം. അപ്പം അതിനായി ദൈവം നമ്മെ വിളിച്ച് ആക്കിയിരിക്കുക. അപ്പം നമ്മളെ കർത്താവ് എവിടെ നിന്നും വിളിച്ചു എന്നുള്ളതും നമുക്കറിയാമല്ലോ. സ്തോത്രം. ഏതവസ്ഥയിൽ നിന്നും കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചു എന്നുള്ളത്. സ്തോത്രം. ദൈവം നമ്മെ വിളിച്ചത് സുവിശേഷത്താലും ക്രിസ്തുവിലും ആണ്. എഫേസ്യർ 3:6 ഒന്ന് വായിച്ചാട്ടെ. എഫേഷ്യൻസ് 3:6. ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിന് പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. സ്തോത്രം. 2 പ്രയോഗങ്ങൾ കണ്ടോ ദൈവസഭയെക്കുറിച്ച് പൗലോസ് പറയുക. ഈ 6 നമ്മൾ ദൈവസഭയുടെ ഡെഫിനിഷൻ, നിർവചനമായിട്ട് കാണാറുള്ളത്. സ്തോത്രം. അവിടെ 2 കാര്യങ്ങൾ. ഒന്ന്, ബൈ ദ ഗോസ്പൽ ഓർ ത്രൂ ദ ഗോസ്പൽ, സുവിശേഷത്താൽ. 2, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുയേശുവിൽ. അപ്പോൾ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന, സ്തോത്രം, ആ ഒരു അവസ്ഥയാണ് നാം അവിടെ കാണുന്നത്. ക്രിസ്തുയേശുവിൽ, സുവിശേഷത്താൽ. ഇപ്പോൾ സുവിശേഷത്താലാണ് കർത്താവ് നമ്മെ വിളിച്ചത്. നമ്മെല്ലാവരെയും, സ്തോത്രം, നമ്മെല്ലാവരെയും. അങ്ങനെ നമ്മെ, അതുകൊണ്ടാ എല്ലാ ലേഖനങ്ങളിലും നാം ആ കാര്യം കാണുന്നുണ്ട്. യൂദായുടെ ലേഖനം ആദ്യത്തെ 2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. യൂദ, ജൂഡ് 1 and 2. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. കണ്ടോ, വിളിക്കപ്പെട്ടവർക്ക്. നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ്, വിശുദ്ധന്മാരുടെ ഒരു പരിചയ പത്രമാണ്, പേരാണ്. എന്ത്? വിളിക്കപ്പെട്ടവർ, കോൾഡ് ഔട്ട് പീപ്പിൾ. എവിടെ നിന്നും വിളിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ നമുക്കറിയാം. സ്തോത്രം. നാമൊക്കെ ലോകത്തിൻ്റെ കമ്പോളങ്ങളിൽ, ലോകത്തിൻ്റെ മേളകളിൽ നമ്മളിങ്ങനെ മതിമറന്ന് ജീവിച്ചിരുന്ന സമയത്താണ് കർത്താവ് നമ്മെ വിളിച്ചത്. വിളിച്ചിട്ടും നാം വിളി കേൾക്കാതിരുന്നപ്പോൾ കർത്താവ് നമ്മെ പിടിച്ചു കൊണ്ടുപോയി. സ്തോത്രം. പൗലോസിന്റെ ആ പ്രയോഗം എനിക്ക് വളരെ കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഫിലിപ്പിയർ 3:12 നോക്കിക്കൊള്ളൂ. ഫിലിപ്പീൻസ് 3:12. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നത്. അവിടെ കണ്ടോ, പിടിക്കപ്പെട്ടിരിക്കുക കൊണ്ട്, ടേക്കൺ ഹോൾഡ് ഓഫ്. എനിക്ക് കുതറി മാറുവാൻ കഴിയാത്തതുപോലെ ദൈവം എന്നെ പിടിച്ചിരിക്കുന്നു. 14 വാക്യം 14. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടും. അവിടെ വിളി, അവിടെ വിളി, പരമവിളിയുടെ വിരുദ്, പരമവിളി.
എ ഹൈ കോളിംഗ്. അത് നമ്മൾ നോക്കുന്നുണ്ട് വിവിധ തരത്തിലുള്ള വിളികളെക്കുറിച്ച്. 12-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. 14-ൽ പറയുന്നു, ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതെ, നാം എല്ലാവരോടുമുള്ള ബന്ധത്തിൽ ഇത് സത്യമാണ്. കർത്താവ് നമ്മെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്, നമ്മെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പിടി എന്നുള്ളതിന് രണ്ടർത്ഥവും നമുക്കെടുക്കാം. സ്തോത്രം. വീഴാതെയും നമ്മെ പിടിച്ചിട്ടുണ്ട്, പിന്നെ ഓടിപ്പോകാതെയും നമ്മെ പിടിച്ചിട്ടുണ്ട്. ഇത് രണ്ടുമുണ്ട്. സ്തോത്രം. പിടിവിട്ടാൽ നമ്മൾ ഓടിപ്പോകാം, പിടിവിട്ടാൽ നമ്മൾ താഴെയും പോകാം. ഇത് രണ്ടും ഉണ്ടാകാതിരിക്കാൻ അവിടുന്ന് നമ്മെ പിടിച്ചിരിക്കുക. സ്തോത്രം. സ്വമനസാലൊന്നും കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച് എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? എനിക്കൊരു ദൈവവേദലാകണമെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ച് ആരൊക്കെയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ആരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. ആരും കാണുമെന്ന് തോന്നുന്നില്ല. നിർബന്ധത്താൽ, സ്തോത്രം, മനുഷ്യരെ നിർബന്ധിച്ചിട്ടോ ഒന്നും വന്നതല്ല. അങ്ങനെ വന്നവർ ഇല്ലാതില്ല, പക്ഷെ അവരാരും രക്ഷിക്കപ്പെട്ടവരല്ല കേട്ടോ. അങ്ങനെ വന്നവരും ഉണ്ട്, സഭയ്ക്കകത്തുണ്ട് അങ്ങനെ വന്നവരും. ഭാര്യ പെന്തക്കോസ്തിലാ പോകുന്നത്. ഞാനിനി എന്തിനാ വെറുതെ രണ്ടിടത്ത് പോകണ്ട. ഞാൻ അവളോട് പറഞ്ഞു, പോകണ്ട, ഇങ്ങ് വരാൻ. അവൾ വരുന്നില്ല. എന്നാ പിന്നെ ഞാനും കൂടെ അവിടെ കൂടെ അങ്ങ് പോയേക്കാം. അങ്ങനെ പോയവരുണ്ട്. തിരിച്ചുമുണ്ട്. അച്ചായൻ പോയതുകൊണ്ട് അച്ചായൻ എവിടെ പോന്നോ അവിടെ ഒരേ കല്ലറയിൽ ഞങ്ങൾക്ക് അടക്കപ്പെടണം, അതുകൊണ്ട് അച്ചായൻ പോയിടത്ത് ഞാനും അങ്ങ് പോയെന്നേ ഉള്ളൂ. വേറെ ചിലർ അപ്പനും അമ്മയും പോയതുകൊണ്ട് പിള്ളേർ പോയി, തിരിച്ചു. ഇങ്ങനെ പോകുന്നവരുണ്ട്, പക്ഷെ അവർ രക്ഷിക്കപ്പെടുന്നവരല്ല. അങ്ങനെയെങ്കിലും പോയി വചനം കേട്ട് രക്ഷിക്കപ്പെട്ടാൽ രക്ഷയാ, ഇല്ലെങ്കിൽ വെറുതെ അംഗത്വമൊക്കെ എടുത്ത് കല്യാണം നടത്താമെന്നേ ഉള്ളൂ, അല്ലാതെ പ്രയോജനമൊന്നുമില്ല. നിത്യതയോടുള്ള ബന്ധത്തിൽ പ്രയോജനമില്ല. അതിടയ്ക്കെന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. എന്നാൽ പൗലോസ് പറയുന്നത് പോലെ നമ്മൾ വിളിക്കപ്പെട്ടവരും പിന്നെ പിടിക്കപ്പെട്ടവരുമാണ്. ഇത് രണ്ടും ചെയ്തത് ദൈവമാണ്. സ്തോത്രം. സുവിശേഷത്താൽ ദൈവം നമ്മെ വിളിച്ചു, കർത്താവ് നമ്മെ പിടിച്ചു. അതുകൊണ്ട് പിന്മാറുവാൻ കഴിയാതെ, സ്തോത്രം, കർത്താവിനോട് കൂടെ യാത്ര ചെയ്യുന്നു. സ്തോത്രം. യാത്ര ചെയ്യുന്നു. നമുക്ക് ഇനി നോക്കാനുള്ളത് ഒരു എഴുത്തുകാരൻ എഴുതിയ 3-4 കൂട്ടം കാര്യങ്ങൾ, 6 കാര്യങ്ങൾ. വാട്ട് വി ആർ കോൾഡ് ഫ്രം ആൻഡ് കോൾഡ് ടു. എന്തിൽ നിന്ന് എന്തിലേക്ക് വിളിക്കപ്പെട്ടു എന്ന് ഒരു 6 കാര്യം ഞാൻ വായിച്ചത് നിങ്ങളോട് പങ്കുവെക്കാം. ഇതിൽ കൂടുതലുണ്ട് ബൈബിളിനകത്ത്, പക്ഷെ ഇവിടെ അടുക്കൻ എഴുതി വെച്ചത് കൊണ്ട് അത് മാത്രം പറയുന്നു. ഒന്നാമത്, ഇന്നലെയും നമ്മൾ വായിച്ചതുപോലെ മത്തായി 11:28 അവിടെ നമ്മൾ കാണുന്നു, അധ്വാനത്തിൽ നിന്ന് വിശ്രമത്തിലേക്കുള്ള ഒരു വിളിയാണിത്. അധ്വാനത്തിൽ നിന്ന് വിശ്രമത്തിലേക്കുള്ള വിളി. ആസ് ഫൗണ്ട് ഇൻ മാത്യു 11:28, ഇറ്റ്സ് എ കോൾ ഫ്രം ഹാർഡ് ലേബർ ടു എ റെസ്റ്റ്. A hard labor to a rest. Even we can say a rest eternal. സ്തോത്രം. ഇന്നലെ നമ്മളതേക്കുറിച്ച് കാണുകയുണ്ടായി.
ആത്മരക്ഷയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ദൈവത്തോട് നിരക്കാൻ വേണ്ടി, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഒക്കെയുള്ള കഠിന പരിശ്രമങ്ങളാണ്, കഠിന വ്രതങ്ങളാണ്. ശരീരത്തെ പീഡിപ്പിക്കുന്നു, പണം ചിലവഴിക്കുന്നു. അങ്ങനെയുള്ള അധ്വാനം, പക്ഷേ ഫലം കാണാത്ത വൃഥാശ്രമങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ എവിടേക്കാണ് വിളിച്ചിരിക്കുന്നത്? ഒരു വിശ്രമത്തിലേക്ക്, ആശ്വാസത്തിലേക്ക്. സ്തോത്രം. കം ടു മീ, കം ടു മീ, യുവർ സോൾസ് വിൽ ഫൈൻഡ് റെസ്റ്റ്. നിങ്ങളുടെ ആത്മാക്കൾക്ക് വിശ്രമം അഥവാ സ്വസ്ഥത ലഭിക്കും എന്നാണ് നാം കാണുന്നത്. സ്തോത്രം. അതേ വാക്യത്തിൽ നിന്ന് നമുക്ക് രണ്ടാമതൊരു കാര്യം മനസ്സിലാക്കാം. എ കോളിംഗ് ഫ്രം ഡിപ്രാവിറ്റി ടു ക്രൈസ്റ്റ് ഹിംസെൽഫ്, ടു ഗാഡ് ഹിംസെൽഫ്. അതേ വാക്യത്തിൽ നിന്ന് അന്യപ്പെട്ടുപോയ അവസ്ഥയിൽ നിന്ന് കർത്താവിങ്കിലേക്കുള്ള വിളിയാണ്. സ്തോത്രം. വി വെർ ഡിപ്രൈവ്ഡ്. ഡിപ്രാവിറ്റി, അകൽച്ച, നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്ന്, അന്യരായിപ്പോയ അവസ്ഥയിൽ നിന്ന് സ്വന്തമായതിലേക്കുള്ള ഒരു വിളി, കർത്താവിങ്കിലേക്കുള്ള വിളി. എൻ്റെ അടുക്കലേക്ക് വരിക എന്ന കർത്താവ് വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. നമ്മൾ കർത്താവിനെ വിട്ടുപോയവരായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാ നമ്മൾ ശ്രീയേശുനാമം അതിശയനാമം എന്ന പാട്ടിനകത്ത് പാടുന്നത്, അന്യനെന്ന മേലെഴുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമം. ആ വരികൾ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അന്യനെന്ന മേലെഴുത്ത്. നെറ്റിയിൽ ഒരു മേലെഴുത്തുണ്ടായിരുന്നു, അന്യൻ. ദൈവത്തിന് അന്യൻ, ദൈവരാജ്യത്തിന് അന്യൻ, ദൈവിക സമാധാനത്തിന് അന്യൻ, ദൈവിക അനുഗ്രഹങ്ങൾക്ക് അന്യൻ, നിത്യതയ്ക്ക് അന്യൻ, ദൈവ മകൻ എന്ന പദവിക്ക് അന്യൻ. എന്തൊക്കെ ദൈവികമായിട്ടുണ്ടോ അതിനൊക്കെ ഞാൻ അന്യനായിരുന്നു. പക്ഷേ ആ അന്യനായിരുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് വിളിച്ചു സ്വന്തമായി തീരാൻ, എൻ്റെ അടുക്കലേക്ക് വരാൻ. പ്രൈസ് ഗാഡ്. സ്തോത്രം, സ്തോത്രം. എ കോൾ അൺടു ഹിംസെൽഫ്. അതാ നമ്മൾ 11:28 മത്തായിയിൽ വായിച്ചത്, എൻ്റെ അടുക്കൽ വരുവീൻ. കം അൺടു മീ. So this is the first part of divine calling, a call unto himself. തന്നിലേക്കുള്ള വിളി. സ്തോത്രം. നമ്മളത് ഞങ്ങളുടെ ലോക്കൽ ചർച്ചിലും പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ബൈബിൾ ക്ലാസ് ഗ്രൂപ്പിലും പറഞ്ഞിട്ടുണ്ട്. ആ വിളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അത് തന്നെയാണ്. സ്തോത്രം. എ കോൾ അൺടു ഹിംസെൽഫ്, തന്നിലേക്കുള്ള വിളി. നമ്മൾ ആ സമയത്തൊക്കെ വായിച്ചിട്ടുള്ള പഴയ നിയമത്തിൽ ഒരു വാക്യവും കൂടെ അങ്ങ് വായിച്ചോളൂ. എക്സോഡസ് 19:4, പുറപ്പാട് 19:4 വാക്യം. ഞാൻ മിസ്രയീമിൽ ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചെറുകിന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. മലയാളത്തിൽ എൻ്റെ അടുക്കൽ വരുത്തിയെന്നാണ്. നമ്മൾ നേരത്തെ അത് ഇംഗ്ലീഷിൽ വായിച്ചിട്ടുണ്ട്. എടുത്തെങ്കിൽ ഇംഗ്ലീഷും കൂടെ ആ വാക്യം ഒന്ന് വായിച്ചു. You yourselves have been You yourselves
I have seen what I did to Egypt, and how I carried you on eagle's wings and brought you to myself. brought you to myself. എങ്കലേക്ക്, അതിൻ്റെ മറ്റു പല വാക്യങ്ങളും നമ്മൾ അന്ന് പഠിച്ചതാണ്, അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. brought you to myself. അന്യരായിരുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവിങ്കലേക്ക്, സ്വന്തമായതിലേക്ക് നമ്മെ വിളിച്ചു. സ്തോത്രം. മൂന്നാമതൊന്ന്, 1 John 3:14, 1 യോഹന്നാൻ 3:14. അവിടെ നമ്മൾ കാണുന്നത് എ കോളിംഗ് ഫ്രം ഡെത്ത് ടു ലൈഫ്, മരണത്തിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വിളി. സ്തോത്രം. We were living in death. We were living a life of death. നമ്മൾ മരണത്തിൽ ജീവിക്കുന്നവരായിരുന്നു. എഫേഷ്യൻസ് 2:1 ഓൾസോ, എഫേസ്യർ 2:1 നമ്മൾ കാണുന്നുണ്ട്, നാം മരിച്ചവരായിരുന്നു. എനിക്കൊന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ജയപ്രകാശ് പാസ്റ്റർ പാടിയ പാട്ട്, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. അതിനകത്തൊരു സ്റ്റാൻസ, മരിച്ചവനായി കിടന്നോരിടത്ത് നിന്നും എന്നാ നമ്മൾ പാടുന്നത്. ഹിന്ദിയിൽ വളരെ കോമൺ ആയിട്ടുള്ള, വളരെ പൊതുവായി പാടുന്ന ഒരു പാട്ടുണ്ട്. മലയാളികൾക്ക് പോലും, അതായത് ഹിന്ദി അറിഞ്ഞുകൂടാത്ത മലയാളികൾക്ക് പോലും അറിയാവുന്ന ഒരു പാട്ടുണ്ട്. മേ തോ പെഹലെ മുർദാ ഥാ തൂനെ ഡാലി മുജ്മേ ജാൻ, തേരാ പ്യാർ ഹൈ മഹാൻ, തേരാ പ്യാർ ഹൈ ജഹാൻ എന്നും പറഞ്ഞൊരു പാട്ടുണ്ട്. സ്തോത്രം. എനിക്കൊന്നും അതിൻ്റെ മലയാളമുണ്ട്, അതിൻ്റെ തനി മലയാളം വിവർത്തനമാണോ എന്നെനിക്കറിയില്ല. അതിൻ്റെ അതേ ട്യൂണിലൊരു പാട്ട് മലയാളത്തിലുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ പാടണം എന്നൊക്കെ ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചതും സൂസനോട് പറഞ്ഞതുമാണ്. ഓർമ്മയുണ്ടോ സൂസൻ ആ പാട്ട് ഏതാണെന്ന്? ആ പാട്ടിൻ്റെ വരികളും ഞാൻ ഓർക്കുന്നില്ല. ഓർമ്മയില്ല. ഓക്കെ. അപ്പം അതിനകത്ത് പറയുന്നത് ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവസ്നേഹം നമുക്ക് വേണ്ടി ചെയ്തതിനെ കുറിച്ചൊക്കെയാണ്. അതിലാണ് ഈ എഫേസ്യർ 2:1 വെച്ചുകൊണ്ട് പറയുന്നത്, മേ തു പെഹലെ മുർദാ ഥാ, ഞാൻ പണ്ട് മരിച്ചവനായിരുന്നു, പക്ഷേ നീ എന്നിലേക്ക് നിന്റെ ജീവനെ അയച്ചു. കിട്ടിയോ പാട്ട്? നിൻ സ്നേഹം മാധുര്യ, ആ പാട്ടാണോ? ആ ട്യൂണ് കേട്ടാൽ എനിക്ക് നിൻ ലൈൻ, സ്നേഹം മാധുര്യം അത് അതെ അതെ വർണ്ണനീയ. അതെ, ആ പാട്ട് തന്നെ. അപ്പം അതേ ട്യൂണ് അതിനകത്തുണ്ടോ? മലയാളത്തിലെ ആ ലൈനിലുണ്ടോ മേ തു പെഹലെ മുർദാ ഥാ എന്നുള്ളത്? ആ പാട്ട് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, പാടിയിട്ടില്ല. അതുകൊണ്ട് ലൈൻ വേർഡിങ്സ് എനിക്കറിയില്ല അതിൻ്റെത്. പറഞ്ഞത് നമ്മൾ മരണത്തിൽ ജീവിക്കുന്നവരായിരുന്നു. We were dead in trespasses and sins. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. ആ മരണത്തിൽ നിന്നും കർത്താവ് നമ്മെ എവിടേക്ക് വിളിച്ചു? ജീവനിലേക്ക്. He called us from death, death eternal, death spiritual, to life eternal and life spiritual. ആത്മീയവും നിത്യവുമായ മരണത്തിൽ നിന്ന് കർത്താവ് നമ്മെ ആത്മീയവും നിത്യവുമായ ജീവങ്കലേക്ക് വിളിച്ചു. ജീവങ്കലേക്ക് വിളിച്ചു. സ്തോത്രം. നാലാമത്, He called us from slavery or bondage to liberty. Bondage or slavery to liberty. അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവ് നമ്മെ
വിളിച്ചു. നാം അടിമകളായിരുന്നു ഒത്തിരി കാര്യങ്ങൾക്ക്. സ്തോത്രം. അടിമത്വത്തിന്റെ പല നിർവചനങ്ങൾ ബൈബിളിലുണ്ട്, അവിടേക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. പക്ഷേ ഗലാത്യലേഖനം 5:1, ഗലേഷ്യൻസ് 5:1 നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. 4:4 മുതലുള്ള വാക്യങ്ങൾ ഗലാത്യർ തന്നെ 4:4 ഫോളോയി. 4:4 മുതൽ ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. We are liberated from the bondage to the law. സ്തോത്രം. ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ നിന്നും നമ്മൾ വിടുവിക്കപ്പെട്ടു. 5:13 5:13 ഗലാത്യർ 5:13 സ്തോത്രം. അവിടെയും നാം അത് കാണുന്നു. For you were called to freedom, brethren. Only do not turn your freedom into an opportunity for the flesh. ഇപ്പൊ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വിളി. സ്തോത്രം. മറ്റൊന്ന് ഫ്രം darkness to the light. From darkness to the light. സ്തോത്രം. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. ഇന്നലെയും നമ്മൾ വായിച്ചിരുന്നു 1 പത്രോസ് 2:9, 1 Peter 2:9. We were in darkness. നമ്മൾ ഇരുട്ടിലായിരുന്നു, അന്ധകാരത്തിൽ നിന്ന്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ. സ്തോത്രം. പൗലോസ് പറയുന്നുണ്ട്, നമ്മൾ ഇരുളിലായിരുന്നെന്ന് മാത്രമല്ല, പിന്നെ ഇരുട്ടായിരുന്നു. അതെ, നമ്മൾ ഇരുട്ടായിരുന്നു എന്നാ പൗലോസ് പറയുന്നേ. Paul says we were not only in darkness, but we were darkness. എഫെസ്യ ലേഖനം 5:7 അതൊന്ന് വായിച്ചോളൂ. Therefore, do not be partners with them. 7 and 8. For you were once in darkness, but now you are the light in the Lord. Live as children of light. You are in the darkness എന്നാണ് കൊടുത്തേക്കുന്നത്. You were once darkness. You were once darkness, not in, but you were once darkness. നിങ്ങൾ പണ്ട് ഇരുട്ടായിരുന്നു, ഇരുട്ടിലുമായിരുന്നു, ഇരുട്ടുമായിരുന്നു. അവിടെ you were darkness then. Yeah, you were darkness. നിങ്ങളായിരുന്നു, നിങ്ങൾ ഇരുട്ടായിരുന്നു. You were. അപ്പോൾ ഇരുട്ടിലായിരുന്ന നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ് ദൈവം. സ്തോത്രം. അത്ഭുത പ്രകാശത്തിലേക്ക്. അടുത്തത് 1 കൊരിന്ത്യർ 7:15 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. God has called us to peace. സമാധാനത്തിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നു. സ്തോത്രം. Maybe we were under the bondage. In that verse says, yet if the unbelieving one leaves, let him leave. The brother or sister is not under bondage in such cases. It's about divorce, okay? Marriage and divorce. But God has called us to peace. സമാധാനത്തിലേക്ക്
നമ്മെ വിളിച്ചിരിക്കുന്നു. ഈവൻ ഇൻ റിലേഷൻഷിപ്സ്. ഫൈനലി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ് 1 കൊരിന്ത്യർ 1:9 വാക്യത്തിൽ നിന്ന് 1 Corinthians 1:9 അവിടെ നമ്മൾ കണ്ടു, God has called us to the fellowship of his son. ദൈവപുത്രനോടുള്ള കൂട്ടായ്മയിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. ദൈവപുത്രനോടുള്ള കൂട്ടായ്മയിലേക്ക്. വേറെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ കൺകോർഡൻസിലൂടെ പോകാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് വേണ്ടി വിടുകയാണ്. അവിടേക്ക് കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ പലതിൽ നിന്നും മറ്റ് പലതിലേക്കും കർത്താവ് നമ്മെ വിളിച്ചു. ആ വലിയ വിളിക്കായി സ്തോത്രം. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, സ്വർഗീയ വിളിക്ക് നാം ഓഹരിക്കാരാണ്. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമുക്ക് നാളെ ഈ വിളിയുടെ പല പേരുകളെ ഒന്ന് കാണാം. സ്തോത്രം. വിവിധമായ പേരുകൾ. സ്വർഗീയ വിളി എന്ന് പറഞ്ഞതുപോലെ പല പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നാളെ എത്താമെന്ന് കർത്താവിൽ ആശിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുട്ടായും ഇരുട്ടിലും പാപത്തിലും അടിമത്വത്തിലും ഒക്കെ കഴിഞ്ഞിരുന്ന നമ്മെ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ പ്രായശ്ചിത്ത രക്തത്താൽ ദൈവം നമ്മെ വിളിച്ച്, സ്തോത്രം, ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ ഉൾപ്പെടുത്തി. നാം അങ്ങനെ ഇന്ന് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി തീർന്നിരിക്കുന്നു. സ്തോത്രം. അതിന് കാരണഭൂതനായ ദൈവത്തിൻ്റെ ഏകജാതൻ യേശുക്രിസ്തുവിനായി സ്തോത്രം. ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിനായി സ്തോത്രം. നമ്മളോട് അനാദികാലം മുതൽ കാണിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിനായി അവിടുത്തേക്ക് മഹത്വം. ആകയാൽ നാം നമ്മെ തന്നെ തിരിച്ചറിയുക. 1, നാം വിശുദ്ധന്മാരാണ്. 2, ക്രിസ്തുവിനും നാം തമ്മിലും സഹോദരങ്ങളാണ്. 3, സ്വർഗീയ വിളിയുടെ ഓഹരിക്കാരാണ്. ആത്യന്തികമായും രക്ഷിക്കപ്പെടുവാൻ, ദൈവക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ, നരകാഗ്നിയിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷയ്ക്കായി നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇതുവരെയും ഈ സുവിശേഷത്തിൻ്റെ വിളി അനുസരണഭാവത്തോടെ സ്വീകരിപ്പാൻ കഴിയാതിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. നമ്മുടെ പാപങ്ങൾക്ക് തന്നെത്താൻ യാഗമായി ക്രൂശിലർപ്പിച്ച, എന്നാൽ 3-ാം ദിവസം മരണത്തിൻ്റെ പാശങ്ങളെ അറുത്ത് ഉയർത്തെഴുന്നേറ്റ, ഇന്നും മഹത്വത്തിൽ ജീവിക്കുന്ന, വേഗം തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ മടങ്ങി വരുന്ന യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടുക. ആ കർത്താവിൻ്റെ വരവിൽ നാം ആരും കൈവിടപ്പെട്ടു പോകാതെ ഈ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി ആ രക്ഷ, സ്തോത്രം, സ്വാതന്ത്ര്യമായും സൗജന്യമായും പ്രാപിക്കുവാൻ നമുക്കേവർക്കും ദൈവം ഇടവരുത്തട്ടെ. അതിനായി നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.